യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചൽ കാർഡ് കേസിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രാരംഭഘട്ടത്തിലെന്ന് മുഖ്യമന്ത്രി. ഹൈടെക് സെല്ലിലെ സൈബർ വിദഗ്ധരുടെ സഹായത്തോടെയാണ് അന്വേഷണം നടക്കുന്നത്. എ രാജ ഉൾപ്പെടെയുള്ള MLA-മാരുടെ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യത്തിന് രേഖാമൂലമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. റോഷിപാലാണ് ചെയ്യുന്നത്. റോഷിപാൽ, എന്തൊക്കെ കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു? യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് സഭയിലേക്ക് ഭരണപക്ഷം എത്തിക്കുന്നു. അതിന്റെ സൂചനയാണ് ഈ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമായി വിഷയം സഭയിലേക്ക് എത്തിയത്. അതിന് മുഖ്യമന്ത്രി നൽകുന്ന മറുപടി ഇത്രമാത്രം: ക്രൈംബ്രാഞ്ച് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തു കഴിഞ്ഞു. അതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ. ആ പരാതിയിൽ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ്. ഒപ്പം ഹൈടെക് സെല്ലിന്റെ സഹായത്തോടെ, സൈബർ വിദഗ്ധരുടെ കൂടെ സഹായത്തോടെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. ക്രൈംബ്രാഞ്ച് 4 വിഭാഗമാണ് അന്വേഷണം നടത്തുന്നത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം എന്നടക്കമുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ നൽകിയത്. വിശദമായി ഈ കാര്യത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടില്ല. കാരണം അന്വേഷണം പ്രാരംഭഘട്ടത്തിൽ എന്ന നിലയിൽ അതിനുള്ള ഉത്തരം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ നിരവധി വിഷയങ്ങൾ കൊണ്ടുവരുമ്പോൾ ഭരണപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ, പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനുള്ള, പ്രതിരോധമുയർത്താനുള്ള ആയുധങ്ങളിൽ ഒന്നായി ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിഷയം മാറ്റും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവഴി. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.